എല്ലാവർക്കും കുംഭഭരണി ആശംസകൾ. ഇന്ന് ഞാൻ കൊഞ്ച് മാങ്ങയും വയ്ക്കുന്ന രീതി കാണിക്കാം. അതിന് ഞാനൊരു 200 ഗ്രാം കൊഞ്ചെല്ലാം വറുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ മാങ്ങ എല്ലാം അരിഞ്ഞ് വെച്ചു. അതിന് വേണ്ടി ഒരു 4 പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി ഞാൻ അരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ. കൊഞ്ചെല്ലാം ഒന്ന് കഴുകി കൊണ്ടുവരട്ടെ. 2-3 വട്ടം ഒന്ന് കഴുകും. കഴുകി അതിനകത്ത് അഴുക്കും മണ്ണൊക്കെ കാണുമല്ലോ. അങ്ങനെ കൊഞ്ച് ഞാൻ മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. മൺചട്ടി വയ്ക്കുമ്പോൾ നല്ല ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അത് കൊഞ്ച് 2-3 വട്ടം ഒന്ന് കഴുകി, അതിനകത്ത് മണ്ണും കല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി അതിനകത്ത് തന്നെ മാങ്ങായും ഇട്ട് പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് തന്നെ ഇടാം. ഉള്ളി അതിനകത്തോട്ടെല്ലാം ഇട്ട് തേങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ച് ചെറുതായിട്ട്, ഒത്തിരി അരയണ്ട. അതിനി ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ട്. ഇനി മുളക് പൊടി ഇടാം. ഒരു 2 സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്, കുറച്ച് മല്ലിപ്പൊടി മതി. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് നല്ലതായിട്ടൊന്ന് പുരട്ടും ഞാൻ. നല്ലതായിട്ടെല്ലാം ഞാൻ കൈവച്ച് പുരട്ടി മിക്സാക്കി. ഇനി അതിനാവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു. ഇനി അടുപ്പ് വെച്ച് ഞാനിതൊന്ന് വറ്റിച്ച് എടുക്കട്ടെ. അങ്ങനെ കൊഞ്ചും മാങ്ങയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിനി ഒന്നുകൂടെ ചൂടാക്കാം. വെളിച്ചെണ്ണയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം വരെ. ഇനി ഒന്ന് ഇളക്കി. എല്ലാവരും കൊഞ്ച് മാങ്ങയൊക്കെ വെക്കുന്നതാണ്, എന്നാലും ഞാൻ വയ്ക്കുന്ന രീതിയായി കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കൊഞ്ചും മാങ്ങയെല്ലാം സെറ്റായി. കുംഭഭരണിയുടെ ഏറ്റവും വിശിഷ്ടമായ ഒരു വിഭവമാണിത്, കൊഞ്ചും മാങ്ങയും. ഓണാട്ടുകരയിൽ ഒരു വീട്ടിൽ പോലും കൊഞ്ചും മാങ്ങയില്ലാത്ത വീട് കാണത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം.